എല്ലാവർക്കും നമസ്കാരം. കറണ്ട് വന്നിട്ടില്ല. ഇനിയും 5 മണിക്ക് വരുമെന്ന് പറഞ്ഞതാണ്. കഴിഞ്ഞിട്ടില്ല അവരുടെ പണി. ഇവിടെ അടുത്തൊക്കെ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുക. ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദുഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുലാ. അശ്വത്ഥാമ വികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവഃ. പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദൈരഹരഹര പേവീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലപ്രധ്വംസിന ശ്രേയസേ.
മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഹരി ഓം നാരായണ. അധികം താമസിയാതെ കറണ്ട് വരുന്നു വിചാരിക്കണം. ഇവിടെ ഒരു മഴമൂട്ടം ഉണ്ട് താനും. അതാണ് ആകെ ഒരു വിങ്ങൽ ഉണ്ട്. ഹ്യൂമിഡിറ്റി നല്ല ഉഷ്ണമുണ്ട്. സാരമില്ല. രണ്ടാം അധ്യായം ആദ്യം തൊട്ട് 16-ാം ശ്ലോകം വരെ 15-ാം ശ്ലോകം വരെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ദ്വിതീയോऽധ്യായഃ സാംഖ്യയോഗഃ. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. ശ്രീഭഗവാനുവാച കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വോത്തിഷ്ഠ പരന്തപ. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന. ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാ വരിസൂദന. ഗുരൂൻ ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ന ചൈതദ്വിദ്മഃ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ. യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. കാർപണ്യദോഷോപഹതഃ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. യത്ശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധി മാം ത്വം പ്രപന്നം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം. അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരന്തപഃ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത. സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ശ്രീഭഗവാനുവാച
അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂൻ അഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ നത്വേവാഹം ജാതു നാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തദാ ദേഹാന്തരപ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാഃ ആഗമാപായിനോ അനിത്യാഃ താൻ തിതിക്ഷസ്വ ഭാരത യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭം സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പത്തെ നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ. ഈ ശ്ലോകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയാണ് എടുത്തത്. ഒരു പണി ചെയ്യാം, കറണ്ട് വരുമോ നോക്കട്ടെ. ഈ അധ്യായം മുഴുവനായിട്ട് അങ്ങോട്ട് പാരായണം ചെയ്യാം. 2-ാം അധ്യായം അവസാനം വരെ. അപ്പോഴേക്കും കറണ്ട് വരുമോ നോക്കാം. നാരായണ. അവിനാശി കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവഃ ബുദ്ധിയുക്തോ ജഹാദിഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം യദാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച ശ്രുതി വിപ്രതിപന്നാതേ യദാ സ്ഥാസ്യതി നിശ്ചലാ സമാധാവചലാ ബുദ്ധിഃ തദാ യോഗമവാപ്സ്യസി. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. ശ്രീഭഗവാനുവാച പ്രജഹാതി യദാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യത്തെ ദുഃഖേഷനുദ്വിഗ്നമനഃ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗഭയക്രോധഃ സ്ഥിതധീർമുനിരുച്യത്തെ യഃ സർവത്രാനവിസ്നേഹഃ തത്തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. യദാ സംഹരതേ ചായം കൂർമോऽംഗാനീവ സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തത്തെ. യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേ ഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായത്തെ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ
ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിഃ പര്യവതിഷ്ഠതേ നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവനാ ന ചാഭാവയതഃ ശാന്തിഃ അശാന്തസ്യ കുതഃ സുഖം ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവംബസി തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഃ ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപഃ പ്രവിശന്തി യദ്വദ് തദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമീ വിഹായ കാമാൻ യഃ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാരഃ സ ശാന്തിമധിഗച്ഛതി യേഷാ ബ്രാഹ്മീ സ്ഥിതിഃ പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. ഓം തത്സദിതി. ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ സാംഖ്യയോഗോ നാമ ദ്വിതീയോऽധ്യായഃ. നാരായണ നാരായണ. ഹരി ഓം. ഇനിയും കറണ്ട് വരാൻ ഉദ്ദേശിച്ചിട്ടില്ല. വരുമ്പോൾ വരട്ടെ. നമുക്ക് കുറച്ച് നേരം ഇന്നത്തെ ദിവസം കണക്കിലെടുക്കണ്ട. നമ്മുടെ എന്താണ് എല്ലാ ദിവസത്തെയും പോലെയുള്ള കണക്കിലെടുക്കേണ്ട. പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബൊക്കെ ചെയ്യുന്നവരോട് പറയുകയാണ്, ഒരു 4 ഗ്രൂപ്പുകാർ യൂട്യൂബ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് കൂട്ടണ്ട പറയുക. നാരായണ. നാരായണ. വലിയൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നാസതോ വിദ്യതേ ഭാവഃ ന ഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ തു അനയോഃ തത്വദർശിഭിഃ. വലിയ വിഷയമാണ്. അസത്തിന് ഒരു കാലത്തും ഉണ്മയില്ല, സത്തിന് ഒരു കാലത്തും അഭാവവുമില്ല. ഇതാണ് നമ്മൾ വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടത്. ഇത് വിചാരം ചെയ്ത് ഉറപ്പിച്ചവരെയാണ് എന്ത് പറഞ്ഞത്? തത്വദർശികൾ എന്ന് പറഞ്ഞത്. സത്യദർശനം ചെയ്തിട്ടുള്ളവർ, പരമാർത്ഥ ദർശനം ചെയ്തിട്ടുള്ളവരാണ് തത്വദർശികൾ. തത്വം എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്നാണ് അർത്ഥം. എന്താണോ ഉള്ളത്, ആ ഉള്ളതിനെ കണ്ടവരാണ് തത്വം എന്ന് പറഞ്ഞാൽ തസ്യ ഭാവം തത്വം. എന്താണ് ഉള്ളത്? യഥാർത്ഥമായിട്ട് ഉള്ളതിനെ, വസ്തുവിനെ, സത്യമായ വസ്തുവിനെ ദർശിച്ചവരെയാണ് തത്വദർശികൾ എന്ന് പറയുന്നത്. അവര് ഇത് രണ്ടിൻ്റെയും അന്തം കണ്ടവരാണ്.
ഉഭയോറബി അന്തഃ ദൃഷ്ടഃ. ഉഭയോഹോ എന്ന് പറഞ്ഞാൽ അനയോഹോ ഉഭയോഹോ, ഇത് രണ്ടിൻ്റെയും എന്ന് പറഞ്ഞു. ഏത് രണ്ടിൻ്റെയും? സദസദോഹോ എന്ന് പറയണം. സത്തിൻ്റെയും അസത്തിൻ്റെയും എന്നർത്ഥം. എന്താണ് സത്തിന്റെ സ്വരൂപം, എന്താണ് അസത്തിന്റെ സ്വരൂപം? ഇപ്പൊ നമ്മള് കണ്ടു, അസത്ത് എന്നിവിടെ നമ്മൾ പറയുന്നത് എന്തിനെയാണ്? തീരെ നമുക്കിപ്പോൾ അനുഭവമില്ലാത്തത്, തീരെ അവൈലബിൾ അല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ അസത്ത്. മുമ്പ് ഉദാഹരണം പറഞ്ഞു നമ്മൾ. മൊയലിന്റെ കൊമ്പ് പോലെ, വന്ധ്യാപുത്രനെ പോലെ, ആകാശകുസുമം പോലെ ഇല്ലാത്തതല്ല ഇവിടെ പറയുന്ന അസത്ത് എന്നുള്ളത്. ഉണ്ടെന്ന തോന്നൽ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളെല്ലാവരും പൊതുവായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജഗത്തിനെ തന്നെയാണ് ഇവിടെ അസത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ ശരീരം അടക്കം, നമ്മുടെ ശരീരം മുതൽ പ്രപഞ്ചം മുഴുവൻ. ഇപ്പൊ കറണ്ട് വന്നു. ഇവിടെ തന്നെ കുറച്ചു നേരം കഴിക്കാം. ഇപ്പൊ അധിക സമയമില്ലല്ലോ. ഇപ്പൊ അസത്ത് എന്നുള്ളത് നമ്മൾ മോശമായത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സാധാരണ പറയുന്നതാണ്. അത് നമ്മുടെ മുത്തശ്ശിമാര് പറഞ്ഞ് പ്രചരിപ്പിച്ച വന്നു ചേർന്ന ഒരു അർത്ഥമാണ് അസത്ത് എന്ന് പറഞ്ഞാൽ മോശം എന്നുള്ളത്. നമ്മുടെ മുത്തശ്ശിമാര് പരമാവധി നമ്മളെ വഴക്ക് പറഞ്ഞിരുന്ന അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അസത്തേ എന്ന് വിളിക്കും, അത്രേ ഉള്ളൂ. അവർക്ക് അത്രേ പരമാവധി പറയാൻ പറ്റുള്ളൂ, അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ അർത്ഥത്തിലല്ല ഇവിടെ അസത്ത്, അല്ലേ? ഇപ്പൊ മലയാളത്തിൽ നമ്മൾ ഈ മറ്റേ അസൽ കോപ്പിയുമായിട്ട് വരൂ എന്ന് പറയും. എവിടേക്ക്? നമ്മളിപ്പോ ഏതെങ്കിലും ഉദ്യോഗ ആവശ്യങ്ങൾക്കോ ഏതെങ്കിലും പ്രമാണ വെരിഫിക്കേഷനോ ഒക്കെ ചെല്ലുമ്പോൾ അസത് കോപ്പിയാണത്. അസൽ കോപ്പി, അസൽ എന്നാ അതിന് പറയുക. അസൽ കോപ്പിയുമായിട്ട് വരൂ എന്നാ പറയുക. വാസ്തവത്തിൽ അതെന്താണ്? അത് ഒറിജിനൽ അല്ല. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഭൂമിയുടെ ആധാരമാണെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ ഉള്ളത് രജിസ്ട്രേഷൻ ഓഫീസിലുള്ള പുസ്തകത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒറിജിനൽ അതാണ്. ദാറ്റ് ഈസ് ദ ഒറിജിനൽ. ഇവിടെ രജിസ്ട്രേഷൻ ഓഫീസിൽ അവരുടെ പുസ്തകമുണ്ട്, രജിസ്ട്രേഷൻ പുസ്തകം. ആ ബുക്കിലാണ് ഇതെല്ലാം പകർത്തി വെച്ചിട്ടുണ്ട്. അതാണ് ഒറിജിനൽ. അതവിടെ ശാശ്വതമാണ്. എവിടെ വയ്ക്കും? ശ്രദ്ധയില്ല. അവിടെ വെച്ചു. ആ ഒരു ടേബിൾ വയ്ക്കും, ചെറിയ ടേബിൾ. അതിൻ്റെ മുകളിൽ വെച്ച കറക്റ്റ് ചെയ്തിട്ട് വേണ്ട ഇങ്ങോട്ട് കൊണ്ടുവരാൻ. പൊക്കി അപ്പം നമ്മുടെ കയ്യിലുള്ളത് അസത്താണ്. അസത്ത് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് അർത്ഥം. അതുപോലെ SSLC മാർക്ക് ലിസ്റ്റ് ആണെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ അവിടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻസിന്റെ ഒറിജിനൽ ബുക്കിലാണ്. അവിടെ എഴുതി വെച്ചതിന്റെ പകർപ്പ് നമുക്ക് തന്നിരിക്കണം.
അപ്പം അതുകൊണ്ടാണ് അതിനെ അസൽ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഒറിജിനൽ കോപ്പീസ് എന്ന്. അത് ഒറിജിനൽ അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ ആ അർത്ഥത്തിലും അസത്ത് എന്ന് പറയും. ന സത്ത്, അതല്ല, അത് സത്തല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ്സ് നോട്ട് ദ ഒറിജിനൽ. ഒറിജിനൽ ബുക്ക് അവിടെ ഇരിക്കണു, അതാത് ഓഫീസുകളിൽ ഇരിക്കണു, അവിടെ പതിച്ചു വെച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ആ അർത്ഥത്തിലും അസല് എന്ന് പറയും. അപ്പോൾ മുത്തശ്ശിമാര് നമ്മളെ കൊള്ളരുതാത്തവർ, എന്തെങ്കിലും തെറ്റായ പ്രവൃത്തികൾ ചെയ്തവർ എന്നുള്ള അർത്ഥത്തിൽ അസത്തെ എന്ന് വിളിച്ചിട്ടുണ്ട്. മോശമായിട്ടുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ അർത്ഥമല്ല ഇവിടെ നമ്മുടെ വേദാന്തത്തിൽ അസത്ത് എന്ന് പറയുമ്പോൾ. വേദാന്തത്തിൽ സത്ത് എന്നുള്ളതിനും ഒരർത്ഥമുണ്ട്. സാധാരണ അർത്ഥത്തിൽ നമ്മൾ സത്ത് എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളുണ്ട്. നല്ലത്, സദ്ഭാവേ, സാധുഭാവേ എന്നൊക്കെ ഗീതയിൽ തന്നെ ഇനി 18-ാം അധ്യായത്തിൽ വരും. അത് എന്താണ് സത്ത്? ഓം തത് സതിഥി നിർദ്ദേശ. അപ്പൊ സത്ത് എന്നുള്ളതിനെ നല്ലത് എന്ന് പറയാനായിക്കൊണ്ട് മറ്റ് പല അർത്ഥത്തിലും സത് ശബ്ദം പ്രയോഗിക്കും. എന്നാൽ സത്തിന്റെ ഒരേ പാരമാർത്ഥികമായിട്ട് അർത്ഥം, വേദാന്തത്തിലെ അർത്ഥം സത്യം, ശാശ്വതമായത്, ദ റിയാലിറ്റി, ദ അബ്സല്യൂട്ട് റിയാലിറ്റി എന്നർത്ഥത്തിലാണ്. മറ്റ് ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള റിയാലിറ്റികളെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അബ്സല്യൂട്ട് റിയാലിറ്റി, ആ മൂന്ന് കാലത്തും മാറ്റമില്ലാത്തത്, മൂന്ന് കാലത്തും നാശമില്ലാത്തത്, ബാധിക്കപ്പെടാത്തത്, കാലദേശ പരിച്ഛേദ ശൂന്യമായത്, കാലത്തിലും ദേശത്തിലും മാറാത്തത്, എല്ലാ ദേശത്തും എല്ലാ കാലത്തും ഒരുപോലെ ഉള്ളത് എന്നൊക്കെ അർത്ഥത്തിലാണ് വേദാന്തത്തില് സത് ശബ്ദം ഉപയോഗിക്കുന്നത്. അതിൻ്റെ വിപരീതമാണ് ന സത് ഇതി അസത്ത്. അപ്പൊ മൂന്ന് കാലത്തും ഇല്ലാത്തത്, ഭൂതകാലത്ത് ഉണ്ടായിരുന്നില്ല, പിന്നീട് ഉണ്ടായി, ഭാവിയില് ഇല്ലാതെയാവും, നശിച്ചു പോകും, ഇപ്പൊ തൽക്കാലം കാണപ്പെടുന്നുണ്ട്, ഇപ്പുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, ഇപ്പൊ അവൈലബിൾ ആണ്, വ്യാവഹാരികമായിട്ട് നമുക്ക് ലഭ്യമാണ്, എല്ലാവരും വ്യവഹരിക്കുന്നുണ്ട്. പക്ഷെ അതിന് നാശമുള്ളതാണ്, മാറുന്നതാണ്. അതിനെയാണ് ഇവിടെ അസത്ത് എന്നുള്ളതായിട്ട് ശബ്ദം കൊണ്ട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉണ്ടായതെല്ലാം നശിക്കുന്നതാണ്. അപ്പൊ എന്താണ്, എവിടുന്നാണ് ഈ അസത്തായതെല്ലാം ഉണ്ടാവുന്നത്? ഏതൊന്നിനെ ആശ്രയിച്ചാണ് ഇതെല്ലാം നിൽക്കുന്നത്? എവിടേക്കാണ് ഈ അസത്തെല്ലാം ചെന്നു ചേരുന്നത്? ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതാണ് തത്വദർശനം. ഈ അസത്തെല്ലാം എവിടുന്നാണ് വന്നത്? ഈ അസത്തിനെല്ലാം സദ്ഭാവം എവിടുന്ന് കിട്ടുന്നു? ഇതിൻ്റെ ഉണ്മ ഏതൊന്നിനെ ആശ്രയിച്ചിട്ടാണ്? ഇതെല്ലാം എവിടേക്കാണ് അവസാനം കാണാതെ ആവുന്നത്? എല്ലാം ഇല്ലാതെ ആവുന്നുണ്ടോ? ആത്യന്തികമായിട്ട് ഇല്ലാതെ ആവുന്നുണ്ടോ എന്നതാണ് അന്വേഷിക്കാൻ പറയുന്നത്. അതാണ് വേദാന്തത്തിലെ വിഷയം. ഈ കാണുന്ന പ്രപഞ്ചം എവിടുന്നുണ്ടായി, എന്തിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു, എവിടേക്കെല്ലാം ചെന്നു ചേരുന്നു? ജന്മാദ്യസ്യ യതഃ. അതാണ് ഭാഗവതം ആരംഭിച്ചത്. ജന്മാദ്യസ്യ യതഃ. ബ്രഹ്മസൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രം, ഏറ്റവും പ്രധാന സൂത്രം ജന്മാദ്യസ്യ യതഃ. ഉപനിഷത്തുക്കളിലെ പ്രധാനമായിട്ടുള്ള ഒരു മന്ത്രമാണ് യതോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തദ് വിജിജ്ഞാസസ്വ. നമ്മളോട് ഋഷി പറയുകയാണ് തദ് വിജിജ്ഞാസസ്വ. അതിനെ നിങ്ങൾ വിശേഷേണ ജിജ്ഞാസാം കുരു, ജിജ്ഞാസസ്വ, അന്വേഷിക്കൂ, കൂലങ്കക്ഷമായി പരിശോധിക്കൂ. അതാണ് സത്യം. തദ് ബ്രഹ്മ. ബ്രഹ്മത്തിന്റെ ഒരു ചെറിയ നിർവചനം അല്ലെങ്കിൽ ലക്ഷണം പറഞ്ഞതാണ്. യതോവാ ഇമാനി ഭൂതാനി ജായന്തേ. യാതൊന്നിൽ നിന്നാണോ ഈ കാണുന്നതായിട്ടുള്ള ഭൂതങ്ങളെല്ലാം
ഭൂതം എന്നാൽ ഭവിച്ചത്, ഉണ്ടായത്. സൃഷ്ടിജാലങ്ങളെല്ലാം ഭൂതങ്ങളാണ്. ആ ഭൂതങ്ങളെല്ലാം എവിടുന്നാണോ ഉണ്ടായി വരുന്നത്, യതഹവ യാതൊന്നിൽ നിന്ന്, ഇമാനി ഭൂതാനി, ഇപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സർവവും, സൂര്യനും ചന്ദ്രനും ഭൂമിയും അടക്കം, സർവഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അടക്കം, ഇമാനി ഭൂതാനി, അവൈലബിൾ ആയിരിക്കുന്ന പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളും, ഒരു അണു മുതൽ ബ്രഹ്മാവ് വരേക്കും വേണമെങ്കിൽ പറഞ്ഞോളൂ. ബ്രഹ്മഭുവനാൻ ലോകാഹ, ബ്രഹ്മലോക പര്യന്തമുള്ള ലോകങ്ങളെല്ലാം, 14 ലോകങ്ങൾ എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഗാലക്സികൾ എന്ന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞോളൂ, ബ്രഹ്മാണ്ഡങ്ങൾ എന്ന് പഴയ ഭാഷയിൽ പറഞ്ഞോളൂ. ഏത് ഭാഷയിൽ പറഞ്ഞാലും ഈ കാണാവുന്നതായിട്ടുള്ള സർവചരാചരങ്ങളും, സർവഗോളങ്ങളും, ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും, ഏതൊക്കെ ഗാലക്സികളുണ്ടോ എല്ലാം, ഇമാനി ഭൂതാനി യതഹ ജായന്തേ, ഏതൊരു സത്യത്തിൽ നിന്നാണ് ആവിർഭവിക്കുന്നത്, പ്രകാശിക്കുന്നത്, പുറത്തേക്ക് വരുന്നത്, ഇതിൻ്റെയൊക്കെ മുൻ അവസ്ഥ, ഇതിൻ്റെയൊക്കെ കാരണമായിരിക്കുന്ന അവസ്ഥ എന്താണ്, അതാണ് അന്വേഷിക്കേണ്ടത്. ഏന ജാതാനി ജീവന്തി, ഈ ജാതങ്ങളായതെല്ലാം, ഉണ്ടായതെല്ലാം, ഏന ജീവന്തി, ഏന ജീവന്തി എന്ന് പറഞ്ഞാൽ യാതൊന്നിനാലാണോ നിലനിർത്തപ്പെടുന്നത്. ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക എന്നർത്ഥം, സസ്റ്റെയിൻ ചെയ്യപ്പെടുക. അപ്പൊ ഏതൊന്നിനെ അപേക്ഷിച്ചിട്ടാണ് എല്ലാം നിലനിൽക്കുന്നത്. That which sustains everything. ഈ കാണുന്നതിനെ എല്ലാം യാതൊന്നാണ് നിലനിർത്തുന്നത്. യത് പ്രയന്തി അഭിസംവിശന്തി, അവസാനം ഇതെല്ലാം എവിടേക്കാണ് പ്രയാണം ചെയ്യുന്നത്, ഏതൊന്നിലേക്കാണ് എല്ലാം ചെന്ന് പ്രവേശിക്കുന്നത്, ലയിക്കുന്നത്, കാണാതെയാവുന്നത്. എല്ലാം കാണാതെയാവുന്നുണ്ട്. കുറെ കാലം കഴിയുമ്പോൾ പലതും കാണാതെയാവുന്നുണ്ട്. നമ്മുടെ സൂര്യനും ചന്ദ്രനും ഭൂമിയും അടക്കം കാണാതെയാവും. അപ്പൊ എല്ലാം എവിടേക്കാണ് കാണാതെയാവുന്നത് എന്ന് അന്വേഷിക്കുക. ഈ ഒരു അന്വേഷണം നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് നമ്മൾ എല്ലാറ്റിൻ്റെയും ആധാരമായ ആ ബ്രഹ്മത്തെ, ആ സത്യത്തെ കണ്ടെത്തുക. ആ സത്യത്തിന്റെ പേര് പറഞ്ഞതാണ്, പേരല്ലാതെ ഒരു വിശേഷണം പറഞ്ഞു, ബ്രഹ്മ എന്ന്. ഏറ്റവും വലുത്, ആ പരമമായ സത്യം, ദ അബ്സല്യൂട്ട് റിയാലിറ്റി. ആ സത്യത്തിൽ നിന്നാണ് ഇതെല്ലാം ആവിർഭവിച്ചത്. ആ സത്യത്തെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. നമുക്ക് ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല. ശൂന്യതയിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ നമുക്ക് വളരെ സൗകര്യമായിരുന്നു, നല്ല സൗകര്യമായിരുന്നു. ഒരു സ്വർണ്ണപ്പണിക്കാരനോട് കുറച്ച് സ്വർണം, എനിക്ക് ആഭരണങ്ങൾ കുറച്ചുണ്ടാക്കി തരൂ ശൂന്യതയിൽ നിന്ന് എന്ന് പറയായിരുന്നു. അയാൾക്കും സൗകര്യമായിരുന്നേനെ. ശൂന്യതയിൽ നിന്ന് കുറെ ആഭരണങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് തരാമായിരുന്നു, നല്ല ലാഭം ഉണ്ടാക്കാമായിരുന്നു, ഒരു നഷ്ടമില്ലാതെ, ഒരു മുതൽ മുടക്കമില്ലാതെ. അപ്പൊ എന്ത് വേണം? നമുക്ക് ആഭരണങ്ങൾ വേണമെങ്കിൽ അതിനുള്ള സ്വർണം വേണം. എത്ര ഗ്രാം സ്വർണത്തിനുള്ള കാശ് നമ്മൾ കൊടുത്തുവോ അത്രയും ഗ്രാം സ്വർണമേ അദ്ദേഹത്തിന് എവിടുന്നെങ്കിലും വാങ്ങിക്കാൻ പറ്റുള്ളൂ. എത്ര ഗ്രാം സ്വർണമാണോ ഉപയോഗിച്ചത് അത്രയും ഗ്രാം ആഭരണം മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിലൊരു പണത്തൂക്കം പോലും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റില്ല. 4 പവൻ സ്വർണം കൊടുത്താൽ 5 പവൻ ആഭരണം കണ്ടു തരാൻ പറ്റില്ല. 4.5 പവനും പറ്റില്ല. 4 പവനും 1 ഗ്രാമും പറ്റില്ല. 4 പവൻ സ്വർണത്തിന് അത്രമാത്രം ആഭരണം മാത്രമേ തരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാണുന്ന ആഭരണങ്ങളെല്ലാം എവിടെ നിന്നുണ്ടായി? സ്വർണ്ണാഭരണങ്ങളാണെങ്കിൽ അതിന്റെ സത്യം അന്വേഷിച്ചാൽ സ്വർണത്തിൽ നിന്നുണ്ടായി. ആഭരണങ്ങളൊക്കെ എവിടെയാണ് നിലനിൽക്കുന്നത്? യാതൊന്നാണ് ഈ ആഭരണങ്ങളെയൊക്കെ നിലനിർത്തുന്നത്? ആ ആഭരണങ്ങളിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്താണ്? സ്വർണം മാത്രമാണ്. അവസാനം ഈ ആഭരണങ്ങളൊക്കെ കേടുവന്നാലും അതിനെ ഉരുക്കിയാലും ആഭരണങ്ങൾ നശിച്ചാലും എന്ത് ശേഷിക്കുന്നു? എവിടേക്കാണ് ഈ ആഭരണങ്ങളൊക്കെ പോയി ചേർന്നത്?
എല്ലാം സ്വർണം തന്നെയാണ്, സ്വർണത്തിലേക്ക് തന്നെയാണ് ചേരുന്നത്. അപ്പോൾ സ്വർണത്തിൽ നിന്ന് ഉണ്ടായ ആഭരണങ്ങൾ സ്വർണത്തിലേക്ക് തന്നെ ചെന്ന് ചേരുന്നു. അപ്പൊ അത് ആഭരണങ്ങളായിരിക്കുമ്പോഴും നിങ്ങൾ വള മാല എന്നൊക്കെ വിവിധ പേരുകൾ പറയുമ്പോഴും അവിടെ ഉള്ളത് സ്വർണം മാത്രമാണ്. അപ്പൊ സ്വർണത്തിനെ നിങ്ങൾ ഉണ്ടാക്കിയ പേരാണ് മാല എന്നും വള എന്നും മറ്റ് ആഭരണങ്ങളുടെ പല വൈവിധ്യങ്ങളാർന്ന പേരുകൾ നമ്മൾ കൽപ്പിച്ചു കൊടുത്തതാണ്. അവിടെ ആകെ കൂടി ഉള്ളത് മുമ്പേ ഉണ്ടായിരുന്ന സ്വർണം മാത്രമാണ്. നമ്മുടെ ഭ്രമകൽപ്പന കൊണ്ട് നമ്മൾ ആ സ്വർണത്തിന് പല പേരുകളിട്ടു. ഒരു മാല തന്നെ, കഴുത്തിലിടുന്ന മാലയ്ക്ക് തന്നെ നമ്മൾ പല പേരുകൾ ഇടുന്നു. അതിൻ്റെ ആകൃതിക്ക് അനുസരിച്ച് പല പേരിൽ വിളിക്കുന്നു. അതുപോലെ കയ്യിലിടുന്ന വളയ്ക്ക് നമ്മൾ പല പേരുകൾ വിളിക്കുന്നു, മോതിരങ്ങൾക്ക് പല പേരുകൾ. എല്ലാം സ്വർണം തന്നെയാണ്. നമ്മൾ അണിയുമ്പോഴും നമ്മൾ എന്ത് പേര് വിളിച്ചാലും അതിലുള്ളത് സ്വർണം തന്നെയാണ്. അതുപോലെ മണ്ണിൽ നിന്നുണ്ടായിട്ടുള്ള മൺപാത്രങ്ങളെല്ലാം മണ്ണ് തന്നെയാണ്. നമ്മൾ അതിന് പല പേരുകൾ വിളിച്ചു, ആ പാത്രങ്ങൾക്ക് പല പേരുകൾ വിളിച്ചു. അപ്പൊ മണ്ണിൽ നിന്നാണ് അപ്പൊ ആ പാത്രങ്ങളുടെ സത്യം എന്താണ്? അത് മണ്ണാണ്. നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് നമ്മൾ വിവിധ പേരുകൾ കൽപ്പിച്ചിരിക്കുന്നു. ഇതെന്താണ് എന്ന് ചോദിച്ചാൽ ജുബ്ബ എന്ന് പറയുന്നു. ഇത് ജുബ്ബയാണോ എന്ന് നല്ലോണം എന്ന് ഉറപ്പിച്ച് ചോദിച്ചാൽ ഇത് തുണിയാണ് എന്ന് പറയും നമ്മൾ. വസ്ത്രമാണ്. ജുബ്ബ ഉണ്ടായിരിക്കുന്നത് വസ്ത്രത്തിൽ നിന്നാണ്, തുണിയിൽ നിന്നാണ്. തുണിയാണോ എന്ന് നല്ലോണം ചോദിച്ചാലോ, ഒന്നുകൂടെ ആലോചിച്ചാൽ അത് നൂലാണ് എന്ന് പറയും. നൂല് നെയ്താണ് നമ്മൾ തുണി ഉണ്ടാക്കിയത്. പിന്നെയും ഒന്നുകൂടെ ചോദിച്ചാൽ നൂലാണോ എന്ന് ചോദിച്ചാൽ നൂല് പരുത്തിയായിരുന്നു മുമ്പ്. അപ്പൊ പരുത്തിയാണ് എന്ന് സത്യം കണ്ടെത്താം. ഇനിയും ആ പരുത്തിയെക്കുറിച്ച്, അത് പരുത്തിയാണോ എന്ന് ചോദിച്ചാൽ പരുത്തി എവിടുന്നാ വന്നതെന്ന് അന്വേഷിക്കും നമ്മൾ. പരുത്തി അതിൻ്റെ ആ വൃക്ഷത്തിൽ നിന്ന് വന്നതാണ്. പിന്നെയും അന്വേഷിച്ചാൽ ആ വൃക്ഷം എവിടുന്ന് വന്നു എന്ന് അന്വേഷിച്ചാൽ ആ വൃക്ഷത്തിന്റെ കാരണത്തിലെത്തും നമ്മൾ. അവസാനം ഭൂമിയിലെത്തും. ആ ഭൂമി എവിടുന്നാണ് വന്നത് എന്ന് അന്വേഷിക്കണം. ഭൂമിയുടെ സത്യത്തെ അന്വേഷിക്കണം. അപ്പൊ ഭൂമി വന്നത് ജലത്തിൽ നിന്നാണെന്ന് മനസ്സിലാവും. ജലം ഘനീഭവിച്ചതാണ് ഭൂമി എന്നത് മനസ്സിലാക്കാൻ കഴിയും. പൃഥ്വി തന്മാത്ര ഉണ്ടായത് ജലതന്മാത്രയിൽ നിന്നാണ്. അതൊക്കെ സാഖ്യശാസ്ത്രം വളരെ വിശദമായിട്ട് സയന്റിഫിക്കായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതൊന്നും പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. MBBS അരമണിക്കൂർ കൊണ്ട് മനസ്സിലാവുന്ന വിഷയമല്ലല്ലോ. നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഡോക്ടർമാരാവാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുപോലെ ഇവിടെ സാഖ്യം എന്നുള്ളതായിട്ടുള്ള ശാസ്ത്രത്തില് ഈ സൃഷ്ടിയുടെ ക്രമത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൃഥ്വി ഉണ്ടായത് ജലത്തിൽ നിന്നാണ്, ജലമുണ്ടായത് അഗ്നിയിൽ നിന്നാണ്. നമ്മൾ കാണുന്ന അഗ്നിയല്ല ഇവിടെ, നമ്മൾ പറയുന്ന ജലവുമല്ല, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനെയല്ല ഇവിടെ ജലം എന്ന് പറയുന്നത്. അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ ജലതന്മാത്ര. ആ ജലതന്മാത്രയിൽ നിന്നാണ് പൃഥ്വി തന്മാത്ര ഉണ്ടായത്. ആ ജലതന്മാത്ര ഉണ്ടാവുന്നത് അഗ്നി തന്മാത്രയിൽ നിന്നാണ്. അഗ്നി ഉണ്ടായത് വായുവിൽ നിന്നാണ്. വായു ഉണ്ടായത് ആകാശത്തിൽ നിന്നാണ്. ആകാശമുണ്ടായത് ബോധത്തിൽ നിന്നാണ്, ചൈതന്യത്തിൽ നിന്നാണ്, ആത്മചൈതന്യത്തിൽ നിന്നാണ്. അപ്പൊ മുമ്പേ ഉണ്ടായിരുന്നത് എന്താണ്? ശുദ്ധമായ ചൈതന്യം. ശുദ്ധമായ ചൈതന്യം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും ഉള്ളത് ശുദ്ധമായിട്ടുള്ള ബോധം. അതാണ് സത്ത്. ആ സത്ത് തന്നെയാണ് ചിത്ത്. ഇവിടെ ബോധം, ചൈതന്യം എന്നൊക്കെ പറയുമ്പോൾ ചിത്ത് എന്ന് പറയുന്നു. ആ ചിത്ത് സത്തായിരുന്നു. ആ ചിത്ത് എല്ലാ കാലത്തും സത്തായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ കാലത്തും ഉണ്മയായിരുന്നു. അതുകൊണ്ട് സത്തും ചിത്തും രണ്ട് നാമങ്ങൾ, രണ്ട് പര്യായ ശബ്ദങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് സത്ത്. സത്ത് ചിത്തായിരുന്നു, ചിത്ത് സത്തായിരുന്നു, സത്ത്
ചിത്തുമാണ്. ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം, ചൈതന്യം, ജ്ഞാനം, പ്രത്യേകമായിട്ടുള്ള ശക്തി, എല്ലാ ശക്തികളും അന്തർഭവിച്ചിരിക്കുന്ന ഭാവം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിക്കുവാനുള്ള പൊട്ടൻസിയെയാണ് ചിത്ത് എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ ഏതൊരു ശക്തി കൊണ്ടാണോ ആവിർഭവിച്ചത് ആ ശക്തിയുടെ പേരാണ് ചിത്ത്. അതിനെ തന്നെയാണ് മായ എന്നും പറയുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ ദേവി എന്നും വിളിക്കുന്നത്. ദേവിയായി ഉപാസിക്കുന്നത് ആ ചിത് ശക്തിയെ തന്നെയാണ്. ആ സത്തിന്റെ മറ്റൊരു ഭാവമാണ് ഈ ചിത്ത്. സത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉള്ള വസ്തു, ശാശ്വതമായ വസ്തു. അതിൻ്റെ ഒരു മുഖമാണ് ചിത്ത്, അതിൻ്റെ ഒരു ശക്തി വിശേഷമാണ് ചിത്ത്. ആ സത്തിൽ ചിത്ത് അടങ്ങിയിരിക്കുന്നു. ചിത്ത് സത്തുമാണ്. അപ്പൊ സത്ത് തന്നെ ചിത്ത്, ചിത്ത് തന്നെയാണ് സത്ത്. അത് തന്നെയാണ്. അത് അനന്തമായതുകൊണ്ട് അതിനെ ആനന്ദം എന്നും വിളിച്ചു. കാരണം അനന്തത്തിലാണ് ആനന്ദം. അല്പത്തിൽ ആനന്ദമില്ല. അനന്തം തന്നെയാണ് ആനന്ദം. അനന്തവും ആനന്ദവും പര്യായ ശബ്ദങ്ങളാണ്. ഇതൊക്കെ കുറെ ചിന്തിച്ച് ഗ്രഹിക്കേണ്ട വിഷയമാണ്. പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആനന്ദം വേറെയാണ്, അനന്തം വേറെയാണെന്നൊക്കെ നമ്മൾ വാക്കുകളുടെ അർത്ഥത്തിൽ കുടുങ്ങിക്കിടക്കും. അതിൻ്റെ തത്വത്തിലേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക എന്താണ് ആനന്ദത്തിൻ്റെ സ്വരൂപം. ആനന്ദം അനന്തതയിൽ നിന്നേ ശരിയായ ആനന്ദമുണ്ടാവുള്ളൂ. അല്പത്തിൽ നിന്നുണ്ടാകുന്നത് ദുഃഖവും ഭയവും പ്രശ്നങ്ങളുമാണ്. നാൽപേ സുഖമസ്തി, അല്പത്തിൽ സുഖമില്ല. യത് ഭൂമാ തത് സുഖം, ഏതൊന്നാണോ അനന്തമായിരിക്കുന്നത്, വലുതായിരിക്കുന്നത്, അതിലാണ് സുഖം. ഇത് നമ്മുടെ ഉപനിഷത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ചാന്തോക്യ ഉപനിഷത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വലുതിൽ മാത്രമേ സുഖമുള്ളൂ, ചെറുതിൽ സുഖമില്ല. അപ്പൊ എത്രത്തോളം വലുതാവണോ അത്രത്തോളം സുഖം. എത്രത്തോളം ആനന്ദം വേണോ നിങ്ങൾക്ക്, നിങ്ങൾ അത്രത്തോളം വലുതാവണം. വലുതാവും തോറും ആനന്ദം, ചെറുതാവും തോറും ദുഃഖം. പര്യായ ശബ്ദങ്ങളാണ് ദുഃഖവും അല്പവും. അല്പവും ദുഃഖവും പര്യായ ശബ്ദങ്ങളാണ്. അനന്തവും ആനന്ദവും പര്യായ ശബ്ദങ്ങളാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണമായിട്ടുള്ള വസ്തു അത് സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. അതാണ് അതിനെ സച്ചിദാനന്ദം എന്ന് ഒന്നിച്ച് പറയുന്നത്. ആ സച്ചിദാനന്ദമാണ് ബ്രഹ്മം. സത്ത്, ചിത്ത്, ആനന്ദം എന്നത് ബ്രഹ്മത്തിന്റെ ലക്ഷണമാണ്. ആ സച്ചിദാനന്ദത്തിൽ നിന്നാണ് ഈ കാണുന്ന ഈ വിശ്വം പ്രകടമായിരിക്കുന്നത്. ആ സച്ചിദാനന്ദത്തിന്റെ അംശമാണ് ഈ പ്രപഞ്ചത്തിന് കിട്ടിയിട്ടുള്ളത്. ഈ പ്രപഞ്ചം നിങ്ങൾ കാണുമ്പോൾ ആ സച്ചിദാനന്ദത്തെ കാണുക, ആ ബ്രഹ്മത്തെ കാണുക. സർവം ഖൽവിതം ബ്രഹ്മ, ഇതെല്ലാം ആ ബ്രഹ്മമാകുന്നു. ഈ കാണുന്നതെല്ലാം ആ ബ്രഹ്മമാകുന്നു എന്ന് കാണുക. ആ ബ്രഹ്മത്തിന്റെ ആവിർഭാവം, പ്രകടമായ ഭാവം, ഇന്ദ്രിയ പ്രത്യക്ഷമായ ഭാവം, അതാണ് ഈ പ്രപഞ്ചം, ഈ ലോകം. കാണപ്പെടുന്നത്, പ്രത്യക്ഷമായിരിക്കുന്നത്, അതാണ് ലോകം എന്ന വാക്കിന്റെ അർത്ഥം. ലോക്യതേ, ലോക്യതേ, കാണപ്പെടുന്നു. അതുകൊണ്ട് ലോകം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് അനുഭവിച്ചറിയാം. കണ്ണില്ലാത്തവനും കാണാം. കണ്ണില്ലാത്തവന് കാതുകൊണ്ട് കേൾക്കാം, കൈകൊണ്ട് സ്പർശിച്ചറിയാം, നാവ് കൊണ്ട് രുചിച്ചറിയാം, മൂക്കുകൊണ്ട് മണത്തറിയാം, അകക്കണ്ണുകൊണ്ട് കാണാം. അപ്പൊ കാണപ്പെടുന്നത് ലോകം. അത് ഈ കാണപ്പെടുന്നത് എവിടുന്നാണ് കാണപ്പെട്ടത്?
എവിടുന്നാണ് പൊങ്ങി വന്നത്? ഏതൊന്നിന്റെ സത്യത്തെ കടമെടുത്തുകൊണ്ടാണ് ഇത് പ്രകടമായിരിക്കുന്നത്? ആഭരണങ്ങളുടെ സത്യം എന്താണ്? ആഭരണങ്ങൾ ഏതിന്റെ സത്യത്തിലാണ് നിലനിൽക്കുന്നത്? ആ ആഭരണങ്ങൾ നിർമ്മിച്ചതായിട്ടുള്ള സ്വർണത്തിന്റെ സത്യത്വമാണ് ആഭരണത്തിനുള്ളത്. ഈ ജുബ്ബയുടെ സത്യത്വം എന്താണ്? ഇതിന്റെ കാരണമായ വസ്തുവാണ് ഇതിന്റെ സത്യത്വം. അതിന്റെ സത്യത്വത്തിന്റെ മുകളിലാണിത് ആരോപിതമായിരിക്കുന്നത്. ഇത് നിലനിൽക്കുന്നത്, ഈ ജുബ്ബ നിലനിൽക്കുന്നത് ഇതിന്റെ സത്യത്തിന്റെ മുകളിലാണ്. ഏത് സത്യം? ഇതിന്റെ കാരണത്തിന്റെ മുകളില്. ആ കാരണത്തിൽ നിങ്ങൾ ആരോപിച്ചതാണ് ജുബ്ബ എന്ന്. കുറച്ച് തുണിയുടെ മുകളിൽ കുറച്ച് നൂലിനെ നിങ്ങൾ ജുബ്ബ എന്ന് വിളിച്ചു, കുറച്ച് പരുത്തിയെ നിങ്ങൾ ജുബ്ബ എന്ന് വിളിച്ചു. അതുപോലെ കുറച്ച് മണ്ണിനെ നമ്മൾ പല പാത്രങ്ങളായി വിളിച്ചു. അപ്പൊ അതുപോലെ സത്യത്തെ, ബ്രഹ്മത്തെ നിങ്ങൾ പല പേരിൽ വിളിച്ചു. ബ്രഹ്മത്തെ നിങ്ങൾ പല പേരിൽ വിളിച്ചു. ആ ബ്രഹ്മം തന്നെയാണ് ഈ കാണുന്നതെല്ലാം. പക്ഷെ ഈ കാണുന്ന രൂപം ശാശ്വതമല്ല, ഇത് തൽക്കാലം മാത്രമാണ്. അതിന് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന നാമം അത് ദേശാന്തരങ്ങളിൽ ഭാഷയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. നാമങ്ങൾ കൽപ്പിതമാണ്, രൂപങ്ങൾ എല്ലാവർക്കും കാണപ്പെടുന്നു തൽക്കാലം. അപ്പൊ നാമവും രൂപവും നമ്മൾ ചാർത്തി കൊടുത്തതാണ്, അത് ഇല്ലാതെയാവുന്നതാണ്. അതിന്റെ വസ്തു, ഈ നാമരൂപത്തിൽ കാണപ്പെടുന്നതായിട്ടുള്ള വസ്തു ഉണ്ടല്ലോ, ഇതിന് സത്യത്വം കൊടുക്കുന്ന വസ്തു, ആ വസ്തു ഇല്ലാതാകുന്നില്ല, അത് എല്ലാ കാലത്തും ഉള്ളതാണ്. ആ സച്ചിദാനന്ദമായ ബ്രഹ്മം എന്ന വസ്തുവിനെ നമ്മൾ കാണുക. അപ്പൊ നമുക്ക് ഈ ലോകത്തിൽ എന്തില്ലാതായാലും, എന്ത് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞാലും നമുക്ക് ഉറപ്പിക്കാം, ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ കണ്ണിന്റെ പരിധിയിൽ നിന്ന് പോയി എന്നേ ഉള്ളൂ. നമുക്ക് കാണാവുന്ന പരിധിയിൽ നിന്ന് പോയി. അത് നമുക്ക് കാണാൻ പരിമിതിയുണ്ടല്ലോ. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ലോകത്തിന് പരിമിതിയുണ്ട്. നമുക്കിപ്പോ എല്ലാ ലോകത്തുള്ളതും കാണാൻ പറ്റുകയില്ല. നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് ദൂരെയുള്ള നമ്മുടെ ബന്ധുക്കള്, മക്കളൊക്കെ, ഇപ്പൊ അമേരിക്കയിലെ മക്കളുണ്ട്, നമ്മൾ ദിവസവും കാണുന്നുണ്ടോ? ഇന്നിപ്പോ പല വഴിക്കും കാണാം നമുക്ക് നവമാധ്യമങ്ങളിലൂടെ. അതല്ലാതെ പണ്ട് നമ്മൾ ദൂരദേശത്തുള്ള ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് കരുതുന്നു, അല്ലേ? നമ്മള് അന്നത്തെ കാലത്തൊക്കെ എഴുത്തെഴുതിയിരുന്നു, അവിടെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കരുതാനേ നിവൃത്തിയുള്ളൂ. നമ്മൾ കാണുന്നൊന്നുമില്ല, നമ്മൾ ഊഹിക്കുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കമ്പി വരും പണ്ട്, അല്ലേ? ടെലഗ്രാം വരും. അപ്പൊ നമ്മളിപ്പോ എന്താ, ദൂരദേശത്തുള്ളവരൊക്കെ ഉണ്ടെന്ന് കരുതുന്നു. അമേരിക്കയിലുള്ളവർ അവിടെ ഉണ്ടെന്ന് കരുതുന്നു, ദുബായിലുള്ളവർ അവിടെ ഉണ്ടെന്ന് കരുതുന്നു, ബോംബെയിലുള്ളവർ അവിടെ ഉണ്ടെന്ന് കരുതുന്നു, മദ്രാസിലുള്ളവർ അവിടെ ഉണ്ടെന്ന് കരുതുന്നു. എന്തിനധികം അങ്ങേ വീട്ടിലുള്ളവർ അവിടെ ഉണ്ടെന്ന് കരുതുന്നു. നമ്മൾ 1 കിലോമീറ്റർ അപ്പുറത്തുള്ളവർ അവിടെ ഉണ്ടെന്ന് കരുതുകയാണ് നമ്മൾ, അല്ലാതെ നമ്മൾ പ്രത്യക്ഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ ആ കരുതൽ നമുക്കൊരു കോൺഫിഡൻസ് തരുന്നു. അവരൊക്കെ അവിടെ തന്നെ ഉണ്ട്, അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ടെലഗ്രാം വരും, ഫോൺ വരും, ടെലഗ്രാം വരും. അതുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, ദേ ആർ സേഫ്, അവരവിടെ ഉണ്ട് എന്ന് ഒരു വിശ്വാസം നമുക്ക്, അല്ലേ? ആ വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായാൽ മതി, എല്ലാറ്റിലും. കാരണം എല്ലാം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ കണ്ണിന് പരിമിതിയുണ്ട്, നമ്മുടെ കാതിന് പരിമിതിയുണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രത്യക്ഷമായി കാണാൻ പറ്റുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എങ്കിലും നമ്മൾ കാണാത്തതൊന്നും ഇല്ലാതെയാവുന്നില്ല, എല്ലാം എവിടെയൊക്കെയോ ഉണ്ട്. ആ കൂട്ടത്തില്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പൂർവീകരും എവിടെയോ ഉണ്ട്. നമ്മൾ മരിച്ചു പോയി എന്നൊക്കെ പറയുന്നവര് അവര് വേറെ ലോകത്ത് പോയിട്ടുണ്ട്, പരലോകം പോയി എന്നാ പറയുന്നത്. പരലോകം പൂകി, പരലോകം എന്ന് പറഞ്ഞാൽ അന്യലോകം എന്നാണ് അർത്ഥം.
അന്യലോകം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കാണാൻ പറ്റാത്ത ലോകം, നമ്മൾക്ക് അറിയപ്പെടാൻ പറ്റാത്ത ലോകം. അത് ചിലപ്പോൾ അടുത്ത വീട്ടിൽ തന്നെ വന്ന് ജനിച്ചിട്ടുണ്ടാവാം, ബട്ട് അൺനോൺ ടു അസ്. മരിച്ചുപോയ ഒരാള് അടുത്ത ജന്മം ചിലപ്പോൾ അടുത്ത വീട്ടിലെ പട്ടിയായിട്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഒരാളായിട്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പേരക്കുട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. മുത്തശ്ശൻ മരിച്ചു, ആ മുത്തശ്ശന്റെ ഈ വീട്ടിനോടുള്ളതായിട്ടുള്ള ആസക്തി കൊണ്ട് അദ്ദേഹം മരിച്ച പോയാലും ഇവിടെ തന്നെ പേരക്കുട്ടിയായിട്ട് വന്ന് ജനിക്കും. പക്ഷെ നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ പരലോകം എന്ന് പറയുന്നു. നമ്മൾക്ക് അറിയപ്പെടാത്ത അന്യമായിട്ടുള്ളൊരു ലോകം എവിടെയോ ഉണ്ട്. ആ ഉണ്മയെ നിഷേധിക്കുന്നില്ല സനാതനധർമ്മം. മരിച്ചുപോയവരുടെ ഉണ്മയെ നിഷേധിക്കുന്നില്ല, എവിടെയോ ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ഉണ്ട് എന്നുള്ളതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ സുഖമായിരിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പോയവർ സുഖമായിരിക്കണം, അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യുന്നു, അവർക്ക് വേണ്ടി ബലി തർപ്പണങ്ങൾ ചെയ്യുന്നു, പൂജകൾ ചെയ്യുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു. അവിടെ അവർ പട്ടിണി കിടക്കരുത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അവർക്ക് അവിടെ എത്തിയിട്ടല്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ സമർപ്പിക്കുന്ന അവർക്ക് അവിടെ എത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ, അത് സൂക്ഷ്മമായിട്ട് എത്തിക്കോളും, അത് എത്തിക്കേണ്ടവർ എത്തിച്ചോളും. അതിനൊക്കെയുള്ള വ്യവസ്ഥ ഇവിടെ ഉണ്ട്. നമ്മളിവിടെ സമർപ്പിക്കുന്നത് അവിടെ സൂക്ഷ്മ രൂപത്തിൽ എത്താനുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കും. എന്തു തന്നെയാണെങ്കിലും എത്തിയാലും എത്തിയില്ലെങ്കിലും നമുക്ക് സമാധാനം. അവരെവിടെയോ ഉണ്ട്, അവർക്കിത് എത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിവിടെ കൊടുക്കുമ്പോൾ, ബലിതർപ്പണങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമാധാനം, നമുക്ക് ഒരു വിശ്വാസം. അവരവിടെ സുഖമായിരിക്കുന്നു, പരലോകത്ത് ഏതോ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അവരിയ്ക്കുന്നു. സ്വർഗത്തിലോ അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ ഏതെങ്കിലും നല്ല ജന്മമെടുത്തോ സുഖമായിരിക്കുന്നു. അവർ ധാർമ്മികന്മാരായിരുന്നു, നല്ലവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് മോശമായിട്ടുള്ള ഗതി ആയിരിക്കില്ല. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. മംഗളകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ, ധർമ്മം ആചരിച്ചിട്ടുള്ളവർ ദുർഗതിയെ പ്രാപിക്കുകയില്ല. അതുകൊണ്ട് അവര് എവിടെയോ ഉണ്ട് ഭദ്രമായിട്ട്. ആ ഒരു വിശ്വാസം നമുക്ക് തരുന്ന ഒരു എന്താ പറയുക, ഒരു ആശ്വാസമുണ്ട്, ഒരു നിറവുണ്ട്, ഒരു തൃപ്തിയുണ്ട്. നമ്മളെ വിട്ടുപോയാലും ആ രൂപം നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു എന്നേ ഉള്ളൂ, വേറെ രൂപത്തില് എവിടെയോ ഉണ്ടവർ. ഇത് ഉറപ്പിക്കണം നമ്മൾ. ഇത് ഉറപ്പിക്കാത്തവർക്കാണ് ദുഃഖം. അപ്പൊ എങ്ങനെയാണോ നമ്മുടെ ബന്ധുക്കൾ പരദേശത്ത് നമ്മളുമായിട്ടൊരു ബന്ധമില്ലാതെ കഴിയുന്നുണ്ടാവാം. ചിലരൊക്കെ ഒന്നിച്ച് കളിച്ചു വളർന്നവരായിരിക്കും നമ്മുടെ ബന്ധുക്കൾ, കസിൻസൊക്കെ. അവരുടെ പ്രാരബ്ധം അവരെ ലോകത്തിന്റെ ഏതൊക്കെയോ കോണിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ അവരെവിടെയോ ഇരിക്കണു. അവരവിടെ അവരുടെ ജോലിയും അവരുടെ മക്കളും അവരുടെ കുട്ടികളും ഇതൊക്കെ ആയിട്ട് അവിടെ കഴിയണു. നമ്മളെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ കഴിയുന്നു. വല്ലപ്പോഴും ചിലപ്പോൾ ചിന്തിച്ചു എന്ന് വരും, എങ്കിലും നമുക്കൊരാശ്വാസമുണ്ട്. അവരവിടെ ഉണ്ട്, സേഫായിട്ടുണ്ട്, എവിടെയൊക്കെയോ ഉണ്ട്. അതുപോലെ മരിച്ചവരെ കുറിച്ചും ഈ ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് നമ്മൾക്കുണ്ടാവണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഗദാസൂൻ അഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ. പ്രാണൻ പോയവരെ കുറിച്ചും പോകാത്തവരെ കുറിച്ചും ഇതിന്റെ തത്വം അറിയുന്നവർ ദുഃഖിക്കുന്നില്ല, വിഷമിക്കുന്നില്ല, എവിടെയോ സേഫായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ ഉള്ളതിന് ഒരു കാലത്തും നാശമില്ല, ഇല്ലാത്തത് ഒരു കാലത്തും സത്യമായിട്ട് ഉണ്ടായിട്ടുമില്ല. ഉള്ളതിനെ തെറ്റിദ്ധരിച്ചതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ നാനാത്വ പ്രപഞ്ചം. ആ ഉള്ളതിനെയാണ് നമ്മൾ, ഇത് നാനാത്വം കാണുമ്പോഴും ആ ഉണ്മയെ കണ്ടെത്തുക, ആ ഉണ്മയെക്കുറിച്ച് ചിന്തിക്കുക, ആ ഉണ്മയിൽ നമ്മുടെ ബുദ്ധിയെ ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിക്കുന്നതിനെയാണ്
സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത് ആ ഉണ്മയായ വസ്തുവിൽ ബുദ്ധിയെ ഉറപ്പിക്കുക. അതിന് അഭ്യാസം, നിരന്തരമായിട്ടുള്ള അഭ്യാസം, വിചാരം, അത് ചെയ്യുക. തൽക്കാലം ഇന്നത്തേക്ക് നിർത്തുന്നു. സമയം 6 മണി കഴിഞ്ഞു. സന്ധ്യ നേരം നിങ്ങൾക്ക് പണികളുണ്ടാവും. എന്തായാലും ഇന്നത്തെ ദിവസം മുടക്കിയില്ല. കുറച്ചു നേരം ചിന്തിച്ചു, ചർച്ച ചെയ്തു. നാളെ തുടരാം. ഇന്നത്തതൊരു കാഷ്വൽ ഡിസ്കഷനായിട്ട് എടുത്താൽ മതി. നാളെ നമുക്ക് നമ്മുടെ റുട്ടീനായിട്ടുള്ളത് തുടരാം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അപ്പൊ ഇത് ഇന്നത്തേത് യൂട്യൂബ് ആക്കണ്ട എന്ന് പറയാ എല്ലാവരോടും. ഇതിൽ കൂട്ടണ്ട, റുട്ടീനിലേക്ക് കൂട്ടണ്ട, സംഖ്യ എണ്ണണ്ട. ഹരി ഓം.